ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ചോള ഭട്ടൂര ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. ഇത് വേവിക്കാൻ വെക്കുന്ന വൈറ്റ് ചണ. പിന്നെ ഇത് ചീനച്ചട്ടിയിൽ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ജീരകം ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇതൊരെണ്ണം ഉണ്ട്, അത് ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച 2 കുഞ്ഞു തക്കാളിയാണ്. അത് ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഈ ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളി ഇടുന്നു. ചിലവർ തക്കാളീനെ പേസ്റ്റ് രൂപത്തിൽ മിക്സിയിലിട്ട് അടിച്ചിട്ടും ഇടും. പക്ഷേ ഞാനിങ്ങനെയാണ് അധികവും ചെയ്യാറ്. അതിനേക്കാളും ഇതാണ് എനിക്ക് ടേസ്റ്റായി തോന്നുന്നത്. ഇത് ശകലം മല്ലിപ്പൊടി, ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതിലിടൂല. അത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് വേവിച്ച് വെച്ച വെള്ളക്കടല. ആ കടല വേവിക്കുമ്പം കുറച്ച് പട്ടയും ഗ്രാമ്പും പിന്നെ ചായപ്പൊടി തിളപ്പിച്ചിട്ടുള്ള ആ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ച് വെക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ചേർത്ത് അത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. കടല വെന്തതാണ്, എന്നാലും ഈ മസാലേൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് നന്നായി തിളപ്പിക്കുക. ഇത് ജീരകവും പിന്നെ ഉലുവയും വറുത്ത് പൊടിച്ചിട്ട് വെച്ചതാണ്. അത് മറ്റേ കറി തിളച്ചതിന് ശേഷം മാത്രമേ ഇത് ഇടാവുള്ളൂ. ലാസ്റ്റിൽ ഇടുക. എന്നിട്ട് ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഭട്ടൂര ഉണ്ടാക്കുന്നത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പം നല്ലോണം തിളച്ച് കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ അഭിപ്രായങ്ങൾ പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക ഒക്കെ. ഭട്ടൂര ഇങ്ങനെ പൊങ്ങി വരണം. മൈദ ആണ് അത് സംഭവം. അതിൽ അജ്വാൻ എന്ന് പറയുന്ന അയമോദകം ചേർത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര, തൈര്, പാല്, കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. ഓക്കെ.